അതിനുശേഷം അവിടെ നിന്ന് കാലിഫോർണിയയിലെ സാന്റിയാഗോയിലുള്ള നെവൽ എയർ സ്റ്റേഷൻ നോർത്ത് ഐലൻഡിലേക്കാണ് അവരെ ആദ്യം എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ പുറത്തേക്ക് എത്തിക്കുക. അതിന് മുൻപ് ഉള്ള വൈദ്യപരിശോധന, പ്രാഥമികമായിട്ടുള്ള ഒരു വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടാണ്. ബോട്ട് വളരെ അടുപ്പിച്ച് നിർത്തി അതിലേക്ക് അങ്ങോട്ട് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷേ എങ്ങനെയാണ് അതിന്റെ ഘട്ടങ്ങൾ നോക്കി നമുക്ക് വിശദമായി തന്നെ ഓരോ മണിക്കൂറിലും അറിയാം, അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറിൽ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത്, എന്തൊക്കെയാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എന്തൊക്കെ വൈദ്യപരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആ ബോട്ട് സമീപത്തുണ്ടായിരുന്ന ബോട്ട് മാറിയല്ലേ സായി? തീർച്ചയായും അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് അത് കടക്കുകയാണ്. ഇപ്പോൾ ഡൈവർമാർ ഹാച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടനവധി ഡൈവർമാരുടെ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഡൈവർമാരും ഈ സംഘവും അതിനുള്ളിലെ യാത്രികരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ നാസയുടെ സംഘവുമായി കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഈ ഡൈവർമാരുടെയും ഈ ദൗത്യ സംഘത്തിലെ ഈ 4 ക്രൂ മെമ്പേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് ചെറിയൊരു എറർ സംഭവിച്ചതായി നാസ പറഞ്ഞത്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെ കപ്പൽ തയ്യാറാണ്. ഈ ഹാച്ച് തുറന്ന് സംഘം ആദ്യം കയറി പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ദൗത്യസംഘം പുറത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും അരനൂറ്റാണ്ടിനപ്പുറം മനുഷ്യരെ വഹിച്ച് ചന്ദ്രനെ ചുറ്റിയ ഒരു ദൗത്യം പൂർത്തിയാക്കി എന്നുള്ള നേട്ടം സ്വന്തമാക്കിയാണ് ഇപ്പോൾ ആർട്ടമിസ് 2 ആ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ 4 യാത്രികരെയും വഹിച്ചുള്ള ഒറിയോൺ പേടകം കൃത്യം 5:37 തന്നെ കാലിഫോർണിയയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിൽ മടങ്ങി എത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ അപ്പോളോ ദൗത്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇത്ര വലിയൊരു മഹാദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ ഒരു കുതിപ്പാണ്, ഒരു സ്വപ്ന സമാനമായ യാത്രയാണ്, അതിൻ്റെ പര്യവസാനം കൂടിയാണ്. അത് വലിയ പരീക്ഷണങ്ങളുടെ ഒരു തുടക്കം കൂടിയായിരിക്കും. ഇനി ആർട്ടിമിസ് 3ഉം 4ഉം ഒക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇനി ഒരുപാട് മനുഷ്യരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും ചന്ദ്രനിൽ കാലുകുത്താൻ. ഇവർ യഥാർത്ഥത്തിൽ ചന്ദ്രനെ വലം വെക്കുകയാണ് ചെയ്തത്, അവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇനി ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ചൊവ്വയടക്കമുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഇടത്താവളം എന്ന രീതിയിൽ പോലും ചന്ദ്രനിലേക്ക് പോകാവുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കേണ്ടത് ഇനിയിപ്പോൾ ഒറിയോൺ 2യിലൂടെ ഈ 4 യാത്രികരും സ്വാംശീകരിച്ച, അവർ മനസ്സിലാക്കിയിട്ടുള്ള, അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ, അവർ സമാഹരിച്ച അറിവുകളിലൂടെയൊക്കെയാണ്. അതിനുള്ള വലിയൊരു വാതിൽ തുറക്കുക, അതിനൊരു വലിയൊരു തുടക്കം കുറിക്കുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ 10 ദിവസത്തെ യാത്ര എന്നുള്ളത്. ഇവർ പകർത്തിയിട്ടുള്ള 10,000-കണക്കിന് ചിത്രങ്ങൾ, വീഡിയോകൾ, ഇവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതൊക്കെ തന്നെ, അതോടൊപ്പം ഈ ഒറിയോൺ പേടകത്തിനുള്ളിലെ അത്യാധുനിക സൗകര്യങ്ങൾ, അതിലേതൊക്കെ സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾക്കിനി മാറ്റം വരുത്തണം, നവീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്, നമ്മളൊക്കെ ഇത്രയേറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, ഒപ്പം നാസയിലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ എത്രത്തോളം ആകാംക്ഷയോടെയാണ് അവരുടെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുന്നത്, അവരെ നേരിട്ട് കാണാനായിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ നിമിഷത്തിനായിട്ടുള്ള, അല്ലേ? തീർച്ചയായും ഏതൊരു ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളവും സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ, സ്വപ്നയാത്ര നടത്തിയൊരു വിജയ സംഘമാണ്. ആ ഒരു അഭിമാന കൊടുമുടി കയറിയ 4 യാത്രികരാണ്, 4 ദൗത്യ സംഘാംഗങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഇത് വലിയ വർഷങ്ങൾ നീണ്ട പരിശീലനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു പൂർത്തീകരണം കൂടിയാണ്. മറ്റെല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കഠിനമായ പരിശീലനമടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ സംഘം ഇതിനു വേണ്ടിയുള്ള ഒരു മനക്കരുത്ത് നേടിയിട്ടുണ്ടാവുക. എത്രയോ കഠിനമായിട്ടുള്ള വഴികളിലൂടെ പോയിട്ടായിരിക്കും ഇതിൻ്റെ അറിവുകൾ അവർ നേടിയിട്ടുണ്ടാവുക. അങ്ങനെ നാസയുടെ അടക്കം കഠിനമായ പരിശീലനം, ശാരീരിക പരിശീലനം ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ സംഘം ചന്ദ്രനിലേക്ക് പോകുന്നത്. ഇതിനു മുൻപും ബഹിരാകാശത്തടക്കം യാത്ര നടത്തി, സ്പേസ് വാക്ക് അടക്കം നടത്തി, വലിയ അനുഭവ സമ്പത്തുള്ള, അറിവുള്ള, അഗ്രഗണ്യരായിട്ടുള്ള 4 യാത്രികർ തന്നെയാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തിലേക്ക് ആ കാത്തിരിപ്പ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കുടുംബാംഗങ്ങളൊക്കെ കാണുന്നത് എന്ന് പറയുന്നത് സാന്റിയാഗോയിലെ വ്യോമസേനാ താവളത്തിൽ നിന്ന് ഒരു പ്രത്യേക നാസ വിമാനത്തിലാണ് ഇവരെ ടെക്സാസിലെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ചാണ് അവരുടെ കുടുംബാംഗങ്ങൾ, നാസ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ആ നിമിഷങ്ങളിലേക്ക് കൂടിയാണ് അവരടക്കം കാത്തിരിക്കുന്നത്. നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ, അവരെ പുറത്തേക്ക് കാണുക, അവരെ പുറത്തേക്ക് എത്തുക, അവരുടെ വാക്കുകൾ കാതോർക്കുക എന്നുള്ളത് കൂടിയാണ്.